തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിൽ തീപിടുത്തമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും ICU കിടക്കകളൊക്കെ ഇപ്പോൾ തുണി കൊണ്ട് മറച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ഒരു മാസമായിട്ടും ഇതൊന്നും ശരിയാക്കാനുള്ള സമയമായില്ലേ എന്ന് ജനം ചോദിച്ചു തുടങ്ങുന്നു. ഇവിടെയാണ് ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾ തുടങ്ങുന്നത്. ഇവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജും വാർത്തകൾ നിറയുന്നത് ഇത് ആദ്യമായിട്ടല്ല. അപ്പോൾ ഇനി എന്നാണ് ഇത് ശരിയാകാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാന കാരണം. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് സർക്കാർ നാട് മൊത്തം പരസ്യം കൊടുത്ത് അതിലും മേനി പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന തലസ്ഥാനത്തെ ഒരു ആശുപത്രിയിലാണ് ഈ അവസ്ഥ. നമ്മൾ നോക്കുകയാണെങ്കിൽ മാർച്ച് 17-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICU യൂണിറ്റിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. തീപിടുത്തമാണ്, ഒരു അപകടമാണ്, നമുക്ക് അതിലൊന്നും യാതൊരു എതിരഭിപ്രായമില്ല. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ടും ഈ നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലെ ICU പുനർനിർമ്മിക്കാൻ കഴിയാത്ത ആരോഗ്യവകുപ്പാണ് കേരളത്തിലുള്ളത്. എന്നാൽ ആരോഗ്യമന്ത്രിയോട് ഇത് ചോദിച്ചാൽ ആരോഗ്യമന്ത്രി പതിപോലെ പറയുമായിരിക്കും സിസ്റ്റത്തിന്റെ വീഴ്ചയെന്ന്. ഏത് സിസ്റ്റത്തിന്റെ വീഴ്ചയെന്നാണ് പറയുന്നത്? ഇപ്പോഴും അവിടെ കിടക്കുന്ന രോഗികൾ ജീവനോടെ ഇരിക്കുന്നത് അവരുടെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം അത്രത്തോളം പരിചരണം ആവശ്യമായ രോഗികളാണ് ICUവിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അവരെയാണ് 4 കീറ തുണി കെട്ടി മറച്ച് ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികേടാണ്. ഇതിന് ആര് മറുപടി പറയുമോ എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി ഇതിനെക്കുറിച്ച് മിണ്ടാറില്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരോഗ്യമന്ത്രിയെ നമ്മൾ ആരും മാധ്യമങ്ങൾക്ക് മുമ്പിലൊന്നും കണ്ടിട്ടില്ല. ഈ സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ ആരോഗ്യമന്ത്രി അറിയുന്നുണ്ടോ എന്ന് പോലും അറിയുന്നില്ല. ഇതിനൊന്നും ആരും ഉത്തരവാദിത്വമില്ല, ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുന്നിലുള്ള ചരിത്രങ്ങളൊക്കെ നോക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തന്നെ പറയുന്നു ഇവിടെ മരുന്നില്ല, അതുപോലെ ഇവിടെ സർജിക്കൽ ഉപകരണങ്ങളില്ല, ഇവിടെ ഒന്നും സർജറി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്നും ആരോഗ്യമന്ത്രി ഇത് തന്നെ പറഞ്ഞു, അത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്. ഏത് സിസ്റ്റത്തിന്റെ വീഴ്ചയെ കുറിച്ചാണ്? അതുപോലെ ഈ പറഞ്ഞ ഹാരിസ് ചിറക്കൽ എന്ന് പറഞ്ഞ ഡോക്ടർ നടപടി നേരിടേണ്ടി വന്നതും ഇതേ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ്. അപ്പൊ സിസ്റ്റം കൃത്യമായി പ്രവർത്തിച്ചു. അതായത് അവിടെ വന്ന രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ ഹാരിസ് ചിറക്കലിനെ എങ്ങനെ വേട്ടയാടാം എന്ന് സിസ്റ്റം കൃത്യമായി അവിടെ ഗവേഷണം ചെയ്ത് കണ്ടെത്തി. അന്നത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടെ നടത്തിയ ഒരു വാർത്താ സമ്മേളനം നമുക്ക് കൃത്യമായി അറിയാം. ആ വാർത്താ സമ്മേളനത്തിനിടയിൽ തന്നെ ഓരോ സെക്കൻഡിലും ഫോൺ വിളിച്ച് പറയുകയാണ് ഇത് പറയണം അത് പറയണം. അതിനനുസരിച്ച് തുള്ളുന്ന ഒരു സൂപ്രണ്ടും. ആർക്കെതിരെ? സ്വന്തം സഹപ്രവർത്തകനെതിരെ. എന്നിട്ട് പറഞ്ഞ ഡോക്ടറിനെതിരെ നടപടി സ്വീകരിച്ചു. ഈ സിസ്റ്റത്തിനാണോ വീഴ്ച, അത് ആരോഗ്യ സിസ്റ്റത്തിനോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ശരിയാണ് ചേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ ഒരു വീഴ്ച സംഭവിക്കുന്നു, അവിടെ ഇന്ന അപാകതകളുണ്ട് എന്നൊരു ഡോക്ടർ ചൂണ്ടിക്കാട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിസ്റ്റം എന്ന് പറയുന്നത്, നല്ലൊരു മേധാവി ചെയ്യേണ്ടത് അത്തരത്തിലുള്ള വീഴ്ചകൾ ഇനി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെയുള്ള ഒരാൾ നമുക്കത് ചൂണ്ടിക്കാണിച്ചു തന്നു, നമ്മളത് വീഴ്ചകൾ പരിഹരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ ഇത്തവണ ആരോഗ്യ വകുപ്പ് ശ്രമിച്ചത് ഇനി ഒരാളും ഇതുപോലെ ചൂണ്ടിക്കാണിക്കരുത്, അതിനുവേണ്ടിയുള്ള നടപടികളെല്ലാം ചെയ്തു. എന്നാൽ അവിടെ ഈ പറഞ്ഞ പിഴകൾ മാറ്റാനുള്ള നടപടികളൊന്നും ഉണ്ടായില്ല, കിടക്കകൾ ശരിയാക്കാനുള്ള ഒന്നും ഉണ്ടായില്ല, ഉപകരണങ്ങൾ കൊണ്ടുവരാൻ, മരുന്ന് കൊണ്ടുവരാൻ, ഇതൊന്നും നടന്നില്ല. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഒരു രോഗി കിടക്കയില്ലാതെ തറയിൽ കിടന്ന് മരിച്ച സംഭവം നമ്മൾ കണ്ടു. അയാളുടെ ഓഡിയോ ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ശരിക്കും ഒരു സാധാരണപ്പെട്ട മനുഷ്യന്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാൻ കഴിയാത്തൊരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഇത് തന്നെയാണ്. വേണു എന്ന് പറയുന്ന ഒരു ഓട്ടത്തൊഴിലാളിയുടെ ഓഡിയോ സന്ദേശമുണ്ട്. അതിൽ പറയാണ്, ഞാൻ ഇവിടെ വന്നിട്ട് 2 ദിവസമായി, എനിക്ക് ഇത് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു, എന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതാണ് അടിയന്തര പ്രാധാന്യമായി ചികിത്സയ്ക്ക് വരുന്ന ഒരു രോഗി കിട്ടുന്ന പരിചരണം. അത് നമ്മൾ അവിടുത്തെ ഡോക്ടർമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ആയിരക്കണക്കിന് രോഗികളാണ്, ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് രോഗികൾ എത്തുന്നു. അപ്പൊ അവിടുത്തെ സംവിധാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ രോഗികൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിന് പരിഹാരം കാണേണ്ടത് ആരാണ്? ഭരണകൂടമാണ്. അവിടെ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക, അതിനനുസരിച്ച് ഡോക്ടർമാരെ എണ്ണം കൂട്ടുക. ഇതെല്ലാം എത്ര വർഷങ്ങളായി കേരളത്തിലെ ഡോക്ടർമാരടക്കം പറയുന്നതാണ്. ഇവിടുത്തെ രോഗി ഡോക്ടർ അനുപാതം വളരെ മോശം അവസ്ഥയിലാണ്. ഇതൊന്ന് പരിഹരിക്കാൻ ഇതാക്കൂ എന്ന് പറയുന്നുണ്ട്. ഡോക്ടർമാരുടെ അവസ്ഥയും പരിതാപകരമാണ്. ഒരു ദിവസം എത്ര പേഷ്യൻസിനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഡോക്ടറെ അടുത്ത് നോക്കിയേ, ഒരു ഡോക്ടർ 740-840 രോഗികളെയാണ് OP-യിൽ മാത്രം കുറഞ്ഞത് പരിശോധിക്കുന്നത്. അപ്പോൾ ഒരു രോഗി രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള OP-യിൽ
ഒരു രോഗിക്ക് ഒരു ഡോക്ടറിന് എത്ര സമയം സ്പെൻഡ് ചെയ്യാനാണ് കിട്ടുന്നത്? അതിൽ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു 500 രോഗികളെ കണ്ടിട്ടിരിക്കുന്ന ഒരു ഡോക്ടർ എത്രത്തോളം ക്ഷീണിതനായിരിക്കും, മനസ്സ് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, എത്ര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സാധനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇവിടുത്തെ രോഗികളുടെയും രോഗി പേഷ്യന്റ് അനുപാതം അത് എത്രയോ മോശമാണ്. ഈ ഡോക്ടർമാരെല്ലാം പറഞ്ഞു KGMCT എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘടന എത്രയോ മാസങ്ങളോളം സമരം ചെയ്തു. അവരെ ഒന്ന് കേൾക്കാൻ, അവരുടെ കൺസേൺസ് ഒന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് പറയുന്നത് നമ്മളെല്ലാം ആരോഗ്യ കേരളം, നമ്പർ 1 കേരളം എന്ന് പറയുന്നത്. ഒരു മെഡിക്കൽ കോളേജിലെ മാത്രം മെഡിക്കൽ വീഴ്ചയല്ല. ഇത് ആരോഗ്യമന്ത്രിയുടെ ജില്ലയായ പത്തനംതിട്ട മെഡിക്കൽ കോളേജിലെ റാന്നി മെഡിക്കൽ കോളേജിലും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത്. അവിടെയും റാന്നി അല്ല, കോന്നി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് സംഭവിച്ചത്. അവിടെ ഒരു ഡോക്ടർ എഴുതി വെച്ച് ഇവിടെ ചികിത്സയിലേക്കുള്ള സംവിധാനമില്ല. അന്നും ആരോഗ്യമന്ത്രി എന്താ ചെയ്തത്? സ്വന്തം ജില്ലയിലെ ആ മെഡിക്കൽ കോളേജിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അങ്ങനെ എഴുതി വെച്ച ഡോക്ടർ മോശക്കാരനാണ്, അയാൾക്കെതിരെ നേരത്തെ നടപടി നേരിട്ട ആളാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവിടുത്തെ സിസ്റ്റത്തിന്റെ വീഴ്ചയല്ല പരിഹരിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. ഓരോ വീഴ്ചകളെയും ഒറ്റപ്പെട്ട സംഭവമായി പറയുന്നു. വയറ്റിൽ കത്രിക കുടുങ്ങുന്നത് ഒറ്റപ്പെട്ട സംഭവമാകുന്നു. ഒരു യുവതി ശസ്ത്രക്രിയ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ മയക്കത്തിൽ കിടക്കുമ്പോൾ പീഡിപ്പിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമാകുന്നു. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നിരവധി ആയാലും അതെപ്പോഴും ഒറ്റപ്പെട്ട സംഭവമാണ്. അതെ, ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റിയ സംഭവം പോലും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. അതിനെയാണ് പറയേണ്ടത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ PR വർക്കുകൾ നടക്കുമ്പോൾ അവരെ തന്നെ സദസ്സിലിരുത്തിക്കൊണ്ട് സ്റ്റേജിൽ ആരോഗ്യ കേരള നമ്പർ 1 കേരളം എന്ന് പറയാൻ, അത് കാണുമ്പോൾ സന്തോഷിച്ചിരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ കണ്ണുകളെല്ലാം പിന്നെ പോകുന്നത് ആറന്മുളയിലേക്കാണ്. ആറന്മുളയിൽ ഈ പറഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രി തോൽക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷവും പറയുന്നത്. അപ്പോൾ അവർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു, അവർ നിയോഗിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഒരു പരാജയമായി പോയി. അല്ല, ആറന്മുളയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരമാണ് ആറന്മുളയിൽ നടക്കുന്നത്. അതിൽ കോൺഗ്രസ് അവിടെ നിയോഗിച്ചിരിക്കുന്ന അബിൻ വർക്കി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. ആറന്മുള മണ്ഡലത്തിൽ ഇതിലും മികച്ചൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നു തന്നെ പറയാം. ആ രീതിയിലാണ് നമ്മൾ നോക്കിയാൽ മതി. ആ അബിൻ വർക്കിയുടെ പെർഫോമൻസും വീണ ജോർജിന്റെ പെർഫോമൻസും, ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഒരു മുഖാമുഖം പരിപാടിയിൽ അബിൻ വർക്കി പറയുന്ന പലതിനും മറുപടിയില്ല. അതിന് സാധാരണ പുറത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് പോലെ ബഹളം ഉണ്ടാക്കുക അല്ല ചെയ്യേണ്ടത്. ആ കൃത്യമായ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയണം. അതിന് ആരോഗ്യമന്ത്രി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. നമ്മളിപ്പം നിയമസഭയിൽ ആരോഗ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്. എന്ത് ചോദിച്ചാലും പറയുന്നത് ശിശു മരണ നിരക്ക് കുറഞ്ഞു എന്ന്. ഈ 5 വർഷത്തെ പെർഫോമൻസ് കൊണ്ടോ 5 വർഷത്തെ ആരോഗ്യ മേഖലയിലെ മികവ് കൊണ്ടോ അല്ല കേരളത്തിലെ ശിശു മരണനിരക്ക് കുറഞ്ഞത്. അത് കേരള രൂപീകൃതമായ മുതൽ ഇതുവരെ നമ്മളുടെ മാറി വന്ന സർക്കാരുകൾ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തിട്ടുള്ള ഊന്നൽ കൊണ്ടാണ് അത് മാറിയത്. അതെ, അതിന് താഴേക്കും ഈ ആശാവർക്കർമാരുടെ ശൃംഖലയൊക്കെ ഇവിടെ കണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ അവർക്ക് എന്ത് സർക്കാർ എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാകും. അല്ല, അവരെ കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ലല്ലോ. അവരുടെ ഒരു സ്ത്രീയായി പോലും പരിഗണിക്കാതെ അവരെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. പകരം അവരെ എങ്ങനെ അധിക്ഷേപിക്കാം, അവരെ എങ്ങനെ വേട്ടയാടാം, ഒരു സമരത്തിന് വരുന്ന ആശാ വർക്കർമാരെ ട്രെയിനിങ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി എങ്ങനെ ഒരു സ്ഥലത്ത് കുരുക്കിയിടാം, ഇതൊക്കെയായിരുന്നു ഗവേഷണം ചെയ്തത്. ഇവരെ എങ്ങനെ കേൾക്കാം, ഇവരിൽ എങ്ങനെ പരിഹാരം കാണാം, കോവിഡ് സമയത്ത് ഇവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ മികവ് കൊണ്ട് ഞങ്ങൾ എത്രത്തോളം അഭിമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഊറ്റം കൊണ്ടു എന്നൊന്നും ചിന്തിച്ചില്ലല്ലോ. ക്രെഡിറ്റ് എടുത്ത സർക്കാർ, ആ ഒരു ക്രെഡിറ്റ് കൊണ്ട് മാത്രം തുടർ ഭരണം കിട്ടിയോ സർക്കാരാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമെങ്കിലും അവർക്ക് കൊടുക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. അത് അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഈ ക്രെഡിറ്റ് എടുത്ത സമയത്ത് ഇവരെല്ലാം മികവുറ്റതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഓരോ വീടുകളിലുണ്ടായ കോവിഡ് രോഗികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കോവിഡ് രോഗി ഉള്ള വീടുകളിൽ അവർ ക്വാറന്റൈനിൽ കഴിയുമ്പോൾ കൃത്യമായി അവർക്ക് ആവശ്യമുള്ള മരുന്നും ഭക്ഷണവും എല്ലാം എത്തിക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇത് മാത്രമല്ല ഇവർ ചെയ്തത്. നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ പനിമരണം നടക്കാതിരിക്കുന്നതിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കം, മന്ദ രോഗത്തിന്റെ മരുന്ന് കൊണ്ടടക്കം ഇവർ വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് പോളിയോ വാക്സിൻ എല്ലാം ഉറപ്പാക്കുന്നതിലും ഇതൊന്നും പരിഗണിച്ചില്ലല്ലോ അന്ന്. ഈ ക്രെഡിറ്റ് എല്ലാം നമ്മൾ എടുത്തു. പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിച്ചവരെ നമ്മൾ പലപ്പോഴും അപമാനിക്കുന്ന രീതിയിലാണ് പ്രസ്താവന നടത്തിയത്. ഇതെല്ലാം നടത്തിയത് ആരോഗ്യമന്ത്രിയാണ്. ഈ ആരോഗ്യമന്ത്രി വന്ന് ആറന്മുളയിൽ നിൽക്കുമ്പോൾ ആറന്മുളയിലെ ജനങ്ങൾ സ്വാഭാവികമായി ഇവരെ എന്തിനു ജയിപ്പിക്കണമെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒന്നും തെറ്റി പറയാൻ പറ്റില്ല. കേരളത്തിലുടനീളം ആ ഒരു ചിന്തയുണ്ട്. ആരോഗ്യ വകുപ്പ് മന്ത്രി എന്തിനായിരുന്നു, മന്ത്രി എവിടെയാണ്, മന്ത്രി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആറന്മുളയിലെ ജനം ഉറപ്പായും ചോദിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഇടതുപക്ഷം, ഈ CPM പോലും വിലയിരുത്തുന്നുണ്ട് ആറന്മുളയിൽ ഒരു പരാജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന്. ഒരു വലിയ ത്രികോണ പോരാട്ടം നടന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രി തോൽക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ്.